ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. പുണ്യ റമദാനിലെ മറ്റൊരു ദിവസത്തെ നോമ്പ് തുറയും വിശേഷങ്ങളും റെസിപ്പിയും എല്ലാം ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ എല്ലാവരും ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്തേക്കണം കേട്ടോ. ലൈക്കിൻ്റെ കാര്യം മറന്നേ പോലെ. ഇന്നിപ്പോൾ സമയം 5 മണിയാവാനായിട്ടുണ്ടോ. ഞാൻ കിച്ചണിലേക്ക് വന്നപ്പോൾ കാര്യം കിച്ചണിൽ ഇന്ന് കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. ഇന്നലെ നെയ്ച്ചോറും ബീഫും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാനേ ഉള്ളൂ. പിന്നെ വേറെ പണികളൊന്നും ഇല്ല. അപ്പോൾ കിച്ചണിൽ കൂടുതൽ പണിയുള്ളതിൻ്റെ കാരണം എന്തെങ്കിലും പത്തിരി ചൂടാനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് കുറച്ച് ആ ഒരു സമയം കൂടെ കണക്കാക്കിയിട്ട് കിച്ചണിലേക്ക് വരിക കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു സമയത്തൊക്കെ തന്നെയാണ് വരിക. പണ്ടൊക്കെ നോമ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുക താളിച്ച കറിയും പപ്പടവും ഉപ്പേരിയും അങ്ങനെയൊക്കെ ആയിട്ടല്ലേ. നമുക്കിവിടെ അതായിരുന്നു കേട്ടോ ശീലം. എൻ്റെ വീട്ടിലും അങ്ങനെ തന്നെയാണ്. എന്താ പറയുക, തക്കാളി താളിച്ചത്, മുരിങ്ങയില താളിച്ചത്, ബീഫ് വരട്ട് അങ്ങനെയൊക്കെ ആയിട്ട് അതായിരുന്നു കേട്ടോ. ഇപ്പം അതൊന്നുമില്ല. പക്ഷെ ചില വീടുകളിലൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ഈത്തപ്പഴം കഴിക്കും കേട്ടോ. അതാണ് റഫീക്ക എടുത്തു വെക്കുന്നത്. അത് മറക്കാതെ എടുത്തു വെക്കും കേട്ടോ രാവിലെ വന്നിട്ട്. അപ്പോൾ അതൊക്കെ കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. വേഗം ഈ രാവിലെ നമുക്ക് ശരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന അത്ര ഒരു റിലാക്സോ അല്ലെങ്കിൽ ഒരു ടൈമോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. എടുപിടിന്ന് വേഗം ചെയ്തു പോവുകയാണ് ചെയ്യാം. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ കിച്ചണിൽ നിന്ന് അങ്ങ് അകത്തേക്ക് പോവുകയും ചെയ്യുമല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ കാര്യമായിട്ട് കഴുകാനുമില്ല. കാര്യം ബീഫ് കറീൻ്റെയും നെയ്ച്ചോറിലും അതിലെന്തായാലും ബാലൻസ് ഉണ്ടാവും. പിന്നെ നമ്മൾ കഴിച്ച പാത്രം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. വേറെ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള പാത്രങ്ങളൊന്നും രാവിലെ ഇങ്ങനെ പരത്തിയിട്ടില്ല കേട്ടോ. കാര്യം അത് പരത്തിയിട്ട് അത് കഴുകാനും നിൽക്കേണ്ടി വരുമല്ലോ കുറച്ച് കൂടുതൽ ടൈമിൽ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇതിപ്പോൾ രാവിലെ റഫീക്ക ഡ്യൂട്ടിക്കൊക്കെ പോയതിന് ശേഷം ഞാൻ എൻ്റെ ചെറിയ പണികൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഇന്ന് കുറച്ച് അധികം തുണികൾ മടക്കി വെക്കാനുണ്ട് കേട്ടോ. ഒരു 2 തവണ അലക്കിയ തുണി ഇവിടെ ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ അതങ്ങ് മടക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ പിന്നെയും കൊണ്ടുവന്ന് ഇടുമ്പോൾ പിന്നെ അതൊരു വലിയ ഭാരമായിട്ട് മാറും കേട്ടോ. അപ്പോൾ അത് അങ്ങ് മടക്കി വെക്കട്ടെ എന്ന് വിചാരിച്ചു. കുറേയൊക്കെ മടക്കി വെച്ചു. ഇനി കുറേയൊക്കെ ഇതും കൂടെ മടക്കി എടുത്ത് വെക്കാനുണ്ട്. എല്ലാം കബോർഡിലേക്ക് അതിൻ്റേതായിട്ടുള്ള സ്ഥാനത്തിലേക്കൊക്കെ എടുത്ത് വെക്കട്ടെ. അപ്പോൾ ഇന്ന് എനിക്ക് ഉള്ള പണികൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഇന്ന് അകത്ത് അങ്ങനെ കാര്യമായിട്ടുള്ള പണിയില്ല. ജസ്റ്റ് ഒന്ന് ചെടികളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, ഒന്ന് മൊത്തം മേലെയും താഴെയും ഒന്ന് അടിച്ചു വാരുക. പിന്നെ അലക്കാനുണ്ട് കേട്ടോ. ഒന്ന് അത് മെയിനായിട്ടുള്ളൊരു പണി തന്നെയാണ്. കുറച്ച് അലക്കാനുണ്ട്. പിന്നെ ഈ ഒരു മടക്കി വെക്കാനുള്ളതാണ് ഇന്നത്തെ എൻ്റെ മെയിൻ. ഞാൻ എന്നും രാവിലെ അല്ലെങ്കിൽ തലേ ദിവസം തന്നെ ഞാൻ മനസ്സിൽ വിചാരിക്കും കേട്ടോ നാളെ ഇന്ന പണി ചെയ്യാന്നുള്ളത്. അങ്ങനത്തെ എൻ്റെ മനസ്സിലുള്ള ഇന്നത്തെ പണി ഇത് തന്നെയാണ് കേട്ടോ. ഇന്ന് അടിച്ചു വരാന്ന് പറഞ്ഞാൽ അങ്ങനെ ജസ്റ്റ് ഒന്ന് വീശി പോകാനേ ഉള്ളൂ. എന്താ പറയുക, തുടക്കാനില്ല. മെയിനായിട്ടുള്ള ഇന്നുള്ള പണി അലക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ തുണികളൊക്കെ മടക്കി എടുത്തു വെച്ചു. ഇതെനിക്ക് വന്നിട്ടുള്ളൊരു ബെഡ്ഷീറ്റാണ് കേട്ടോ. ഞാൻ എപ്പോഴും എവിടുന്ന ബെഡ്ഷീറ്റ് വാങ്ങാനോട് കുറേ പേര് ചോദിക്കലുണ്ട്. അതാണ് ഞാനിതിൽ കാണിക്കാമെന്ന് വിചാരിച്ചത്. നല്ല ഷീറ്റാട്ടോ വരുന്നത്, നല്ല അടിപൊളി ഷീറ്റാണ്.
പ്യുവർ കോട്ടണും അതുപോലെ തന്നെ കോട്ടണിൽ ചെറുതായിട്ട് മിക്സ് ആയിട്ടുള്ളതും എല്ലാം ഉണ്ട് കേട്ടോ. എനിക്ക് ആ കോട്ടണിൽ പ്യുവർ കോട്ടണിനേക്കാൾ ഇഷ്ടം കോട്ടണിൽ ചെറിയ മിക്സ് വരുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാ ടൈപ്പ് ഇവരടുത്ത് ബെഡ്ഷീറ്റ് ഉണ്ട്. ഇത് കണ്ടോ, നല്ല ലുക്കില്ലേ. ഞാൻ അധികം ബെഡ്ഷീറ്റും ഇവരടുത്ത് തന്നെയാണ് കേട്ടോ വാങ്ങൽ. നല്ല ഭംഗിയുള്ളത് ഉണ്ടാവും. എൻ്റെ ഒരു സെലക്ഷൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഈ വൈറ്റ്, ഓഫ് വൈറ്റ്, ആ ഒരു ഇതിലൊക്കെ വരുന്ന അതിൽ കിടന്ന് കളിക്കുന്നത് തന്നെയാണ് ഞാൻ എപ്പോഴും വാങ്ങുക. അപ്പോൾ ഇപ്രാവശ്യം ഞാനത് തന്നെയാണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഇതൊക്കെ വരാൻ പോവല്ലേ, അപ്പോൾ എന്തായാലും ഒരു 2-3 ബെഡ്ഷീറ്റ് വേണം. ഞാൻ കുറച്ച് ബെഡ്ഷീറ്റ് വാങ്ങിയിട്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഞാൻ വിരിച്ച് കാണിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. കാരണം ഇതൊരു 2 ദിവസം മുമ്പ് വിരിച്ചിട്ട ബെഡ്ഷീറ്റാണ് കേട്ടോ. അപ്പോൾ അത് മാറ്റേണ്ട കാര്യമില്ല, അതുകൊണ്ടാണ്. അടുത്തത് ഇതാണ് കേട്ടോ. ഇത് പ്യുവർ കോട്ടൺ ആണ്. ഇതും നല്ല രസമുണ്ട് കേട്ടോ. വൈറ്റിൽ തന്നെ വരുന്ന ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിന്നെ ഫസ്റ്റ് കമൻ്റായിട്ടൊക്കെ കൊടുക്കും കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ വാങ്ങിക്കോ. നിങ്ങൾ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരോട് തന്നെ ചോദിച്ചോ. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കാം കേട്ടോ. കുറേ പേര് ചോദിക്കാറുണ്ട് നല്ല ബെഡ്ഷീറ്റ് എവിടുന്ന ജംഷി വാങ്ങുന്ന വിരിക്കുന്ന ബെഡ്ഷീറ്റുകളൊക്കെ എവിടുന്നാന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇവരുടെ അടുത്ത് വാങ്ങിയ വേറെ എന്താണെന്നറിയാം, ഒരു എന്താ പറയുക, നല്ല ക്ലോത്ത് ആയിരിക്കും. ക്ലോത്തിൻ്റെ കാര്യത്തിൽ ഒരു പേടിയും പേടിക്കണ്ട. നിങ്ങൾ റേറ്റ് മാത്രം നോക്കിയാൽ മതി, എത്ര റേറ്റ് എന്ത് മാത്രം ചോദിച്ചറിഞ്ഞാൽ മതി. അല്ലാതെ പെർഫെക്റ്റ് ആയിരിക്കും, അത് ഞാൻ ഗ്യാരണ്ടിയാണ് കേട്ടോ. ഇവരുടെ ബെഡ്ഷീറ്റിനെ കുറിച്ചിട്ട് എനിക്ക് ഭയങ്കര മതിപ്പാണ്. ഞാൻ ഇപ്പോൾ വിരിച്ചിട്ടുള്ള താഴേക്ക് വിരിച്ചിട്ടുള്ള ബെഡ്ഷീറ്റ് ഇവരെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് പെരുന്നാളിന് ആകെയൊക്കെ ഒതുക്കാൻ വേണ്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അതവിടെ എടുത്തു വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ വേഗം ഒന്ന് മേലേക്കൊന്ന് അടിച്ചു വാരി വന്നു. ഇനി താഴത്തെ ഫ്ലോറും കൂടെ ഒന്ന് തട്ടി അടിക്കട്ടെ കേട്ടോ. ഇനിയിപ്പം ഇന്ന് നേരത്തെ തന്നെ മഴ ഇങ്ങനെ തൂങ്ങി നിൽക്കുക എന്നൊക്കെ പറയില്ലേ, ഇടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. എപ്പോഴാണ് പെയ്യാന്ന് പറയാൻ പറ്റില്ല. അപ്പോഴത്തേക്കും 1-2 കല്ലിൽ അലക്കാനും, കല്ലിൽ അലക്കേണ്ടത് അവിടെ നിന്ന് വേഗം അലക്കിയെടുക്കണം. പിന്നെ മെഷീനിലിടാനുമാണ് കേട്ടോ ഉള്ളത്. അതൊക്കെ ഒന്ന് വേർതിരിച്ച് മെഷീനിലിടുകയും വേണം. ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പം ഞാൻ മെഷീൻ അലക്കാനുള്ളത് അലക്കിയെടുത്തു. പിന്നെ കല്ലിലാക്കിയിട്ടില്ല കേട്ടോ. കാര്യം മഴ ഇങ്ങനെ മൂടി നല്ലോണം പെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കല്ലിൽ അലക്കുന്നത് പുറത്ത് അവിടെയാണ്, മുറ്റത്താണ് ആറിടുക. പിന്നെ അത് പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അത് അലക്കിയില്ല, കുറച്ചേ ഉള്ളൂ. പിന്നെ മെഷീനിലിട്ടത് അങ്ങ് തീർത്തു കേട്ടോ. ഇനിയിപ്പം അത് ഒന്ന് ആറിയിടട്ടെ, അതൊക്കെ ഒന്ന് ആറിയിടട്ടെ. ഇന്നിപ്പോൾ എന്തായാലും ഉണങ്ങി കിട്ടാനൊന്നും ചാൻസ് ഇല്ല, അത്രയും മഴ ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മഴ നല്ലോണം വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞില്ല, നല്ല അടിപൊളി മഴയാട്ടോ പെയ്തത്. അതും നേരത്തെ തന്നെ പെയ്തിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ മഴ. എന്താ പറയുക, നമുക്ക് കണ്ടു നിൽക്കുമ്പോൾ തന്നെ പിന്നെ പിന്നെ പേടിയാവുമായിരുന്നു ഞാൻ വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ മഴയൊക്കെ തോർന്ന് ഞാൻ അസ്ര നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ഇപ്പം ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് പതിവ് പോലെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെ നോക്കാം. ഇന്നിപ്പോൾ നമ്മൾ വെറൈറ്റി സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു മൈദ ഡോ ഉണ്ടാക്കി വെക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ ആദ്യം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്കുള്ള ഈസ്റ്റ് ഞാൻ ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കുക. നമ്മൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇല്ലേ, അത് ഞാൻ ഫ്രീസറിലാണ് വെക്കുക. അതൊന്നും അത് പറഞ്ഞപ്പോഴാണ് ഓർത്തേതാ സമൂസ ഷീറ്റ് കണ്ടപ്പോൾ കുറേ പേര് സമൂസ ഷീറ്റ് എങ്ങനെയാണ് എടുത്ത് വെക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മയായതാട്ടോ, പറയാൻ മറന്നു പോകുന്നതാണേ. അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റൊക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ അതൊന്നും. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് നമ്മൾ ഫ്രീസറിൽ ഒരു ബോട്ടിലാക്കിയിട്ട് അവിടെ വെച്ചാൽ മതി. ആവശ്യമുള്ളപ്പോൾ അപ്പോൾ ഇപ്പം ഞാൻ എടുത്തിട്ട് ഇപ്പം തന്നെ യൂസ് ചെയ്യും, ഒരു കുഴപ്പമില്ല, പൊങ്ങിക്കിട്ടും കേട്ടോ. സമൂസ ഷീറ്റാണെങ്കിലും നിങ്ങളിപ്പോൾ റമദാനിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഷീറ്റ് യൂസ് ചെയ്യുമല്ലോ, തീരുമല്ലോ. ഇനിയിപ്പോൾ തീരൂല എന്നുണ്ടെങ്കിൽ തീരും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ, ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എന്നിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പോ ഒരു 10-15 മിനിറ്റ് മുമ്പോ പുറത്തെടുത്ത് വെച്ചാൽ മതി. ഇനിയിപ്പോൾ അല്ല അത്രയും യൂസ് ചെയ്യൂല എന്നാണെങ്കിൽ, അല്ലെങ്കിൽ റമദാനിലൊന്നും അല്ലെങ്കിൽ നിങ്ങൾ ഫ്രീസറിലേക്ക് വെക്കുക. നന്നായിട്ട് കവർ ചെയ്തിട്ട് വേറൊരു കവറിൽ നല്ലോണം കെട്ടിയിട്ടൊക്കെ വെക്കണം കേട്ടോ. അതിങ്ങനെ എയർ കിടക്കരുത്. അതിന് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഫ്രീസറിൽ വെക്കുകയാണെങ്കിലും എയർ കിടക്കരുത്. നന്നായിട്ട് വേറൊരു കവറിലൊക്കെ കെട്ടിയിട്ട് അത് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെക്കുക, വളഞ്ഞിട്ടൊന്നും വെക്കാൻ നിൽക്കരുത് കേട്ടോ. എന്നിട്ട് ഫ്രീസറിൽ വെക്കുക. ഫ്രീസറിൽ നിന്ന് നിങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ
ഇപ്പോൾ ഒരു വൈകുന്നേരം നിങ്ങൾ ഫുഡ് സമൂസയൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ഉച്ചയ്ക്ക് തന്നെ എടുത്ത് വെച്ചോ. നിങ്ങൾക്ക് തോന്നും അത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് നനഞ്ഞ് കുതിർന്ന് അങ്ങനെയാണല്ലോ. അല്ല, അത് കുറച്ച് സമയം കഴിയുമ്പോൾ ആ നനവൊക്കെ പോയി സാധാ ഷീറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതാ പറഞ്ഞാൽ അത്രയും നേരത്തെ തന്നെ അങ്ങ് എടുത്ത് വെച്ചോന്ന് കേട്ടോ. അപ്പോൾ ആ ഒരു നനവ് കണ്ടിട്ട് പേടിക്കേണ്ട. നിങ്ങൾ ഉണ്ടാക്കാൻ ഒരു വൈകുന്നേരം കിച്ചണിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല പെർഫെക്റ്റ് കറക്റ്റ് ഷീറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു നനവ് കണ്ടിട്ടായിരിക്കും നിങ്ങൾ പേടിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതങ്ങനെയാണ്. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ ഇതതിന് നമ്മൾ സ്നാക്സിലേക്ക് വരാം. 2 കപ്പ് മൈദ, നിങ്ങൾ 2 ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും കണക്കാക്കിയിട്ട് എടുക്കാം. 2 കപ്പ് മൈദ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മൈദയിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. 1/2 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് സാദാ പച്ചവെള്ളം ഒഴിച്ചിട്ട് മാവൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു അത്രയും ടൈറ്റിലല്ല, കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കുക. വെള്ളം പാകത്തിന് ഒഴിച്ച് ആ ഒരു പാകത്തെ ഡോ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇത് നമ്മൾ കിച്ചണിലേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും മാവ് അരച്ച് വെക്കാനോ ഇങ്ങനത്തെ എന്തെങ്കിലും കുഴച്ച് വെക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ അതങ്ങ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് സമയം ഇരിക്കണം. അങ്ങനെ ഇന്ന സമയം എന്നല്ല, നിങ്ങൾ കുഴച്ച് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഈ ഒരു സോഫ്റ്റ്നെസ്സിൽ നിങ്ങൾ കുഴച്ചെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട്. അത്രയേ ഉള്ളൂ. കുറേ സമയം കുഴച്ചെടുക്കണമെന്നൊന്നുമില്ല, പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടുക. ഇനി ഇത് ഈ ബൗളിൽ നന്നായിട്ടൊന്ന് എയർ ടൈറ്റ് ആക്കി നമുക്ക് അടച്ച് വെച്ച് കൊടുക്കുക. ഇനി ഇത് ഡബിൾ സൈസായിട്ട് വരണം കേട്ടോ. അതാണ് അതിൻ്റെ കണക്ക്. അതവിടെ സൈഡിൽ ഇരുന്നോട്ടെ. അത് പൊങ്ങി വരുന്നത് നമുക്ക് കാണാം. കുറച്ച് സമയം ഒക്കെ ഇരുന്നോട്ടെ. ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് 1-2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. നമുക്കിപ്പോൾ തന്നെ ഇത് ആവശ്യമില്ല. ഇനി ഇത് ഉണ്ടാക്കുന്നത് നമ്മൾ വാങ്ങി കൊടുക്കുന്നതിൻ്റെ കുറച്ച് മുമ്പേ നമുക്ക് ആവശ്യമുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്സ് വേണം കേട്ടോ. അപ്പം ഞാൻ ക്ലീൻ റാപ്പൊക്കെ ചെയ്തിട്ട് അതവിടെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് കുറച്ച് കല്ലുമ്മക്കായ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ രാവിലെ ഞാൻ മെഷീനിൽ അലക്കാനിട്ടില്ലേ, ആ ഒരു സമയത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അതാ ഞാൻ പറഞ്ഞേ. പിന്നെ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണാത്ത കുറേ പണികളും നമുക്കുണ്ടാവും കേട്ടോ. അപ്പോൾ കാണിക്കുന്നത് കുറച്ച് മാത്രം, കാണിക്കാത്തത് ഒരുപാട് എന്ന് പറഞ്ഞ പോലെ. അതിനിടയിൽ ചെടിയിൽ കുറച്ച് പണിയെടുത്തു, ചെറുതായിട്ടിട്ടാണ് ജസ്റ്റ് ഒന്ന് നോക്കും മുറ്റത്തൊക്കെ. അപ്പോൾ അങ്ങനെ ആ ഒരു അലക്കുന്ന ഒരു സമയം എന്നിട്ടൊക്കെയാണ് കേട്ടോ കുളിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ ഒറോട്ടിപ്പൊടി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തിളച്ച വെള്ളത്തിൽ നമ്മളെ ചോറ്റരിയിലെ ഏത് ചോറ് വെക്കുന്ന അരിയാണെങ്കിലും ഇട്ട് വെച്ചിട്ട് 2-3 മണിക്കൂർ ഇട്ട് വെച്ചിട്ട് അതരച്ച് എടുത്തിട്ട് ഇങ്ങനെ ടൈറ്റ് ആക്കിയിട്ട് എടുക്കൂലേ നമ്മൾ കോട്ടണിൽ എന്തെങ്കിലും വെച്ചിട്ട്, അങ്ങനെ നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് അങ്ങനെ ആക്കിയിട്ട് എടുത്തിട്ട് അതിലേക്ക് തേങ്ങ, ഉള്ളി, ജീരകം അത് ജസ്റ്റ് ക്രഷ് ചെയ്തത് അരക്കണ്ട കേട്ടോ, പേസ്റ്റ് ആക്കി ഒന്നും അരക്കണ്ട, ജസ്റ്റ് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ്, ഞാൻ മഞ്ഞൾപ്പൊടി എപ്പോഴും മറന്നു കേട്ടോ, ഇന്നെന്തായാലും ഓർമ്മ വന്നിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഓരോരുത്തരും ബിരിയാണി ഉണ്ടാക്കുന്ന സ്റ്റൈൽ വേറെ എന്ന് പറഞ്ഞ പോലെ കല്ലുമ്മക്കായി ഉണ്ടാക്കുന്ന സ്റ്റൈലും വേറെ തന്നെയാണ്. പലരും പലതും കൂട്ടാറുണ്ട് കേട്ടോ. ഞാൻ കോമൺ ആയിട്ട് എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് തന്നെയാണ് കേട്ടോ. പിന്നെ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ തേങ്ങയും ഉള്ളിയും ജീരകവും കൂട്ടൂലേ, അത് നന്നായിട്ട് കൂട്ടാം. കുറച്ച് അധികം കൊണ്ട് ഞാനിപ്പോൾ കൂട്ടിയില്ല, അത്രയും കൂട്ടാം. ഞാനിപ്പോൾ 1/2 കിലോ പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പക്ഷെ അത്രയും തേങ്ങയും ജീരകമൊക്കെ കൂട്ടിയില്ലേ, അങ്ങനെ കൂട്ടാം. അപ്പോഴാണ് മാവിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. പിന്നെ ആ ഒരു സോഫ്റ്റ്നെസ് കണ്ടോ മാവിൻ്റെ, അത്രയും ഇങ്ങനെ കുഴഞ്ഞ രൂപത്തിലായിരിക്കണം മാവുള്ളത്, ടൈറ്റ് ആയിട്ട് ഇരിക്കരുത് കേട്ടോ. കുറച്ച് ലൂസായിട്ട് തന്നെ ആക്കണം. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു മാവും നമുക്ക് കിട്ടാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അത് ഏത് രീതിയിൽ അരി അരക്കുകയാണെങ്കിലും പൊടിയാണെങ്കിലും ഒക്കെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ. പത്തിരിപ്പൊടി വാട്ടിയിട്ട് ചിലർ ചെയ്യലുണ്ട്, അതാണെങ്കിലും നല്ല സോഫ്റ്റായിട്ട് വാട്ടിയെടുക്കുക, അത്രയേ ഉള്ളൂ. പുട്ടുപൊടിയാണെങ്കിലും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് നിറച്ചെടുക്കുക. കായ് നിറച്ചെടുക്കൂലേ, അത് ഇതുപോലെ നിറച്ചെടുക്കുക. ഇത് നല്ല കായാണ് കേട്ടോ, നല്ല വലുപ്പമുണ്ട്. കല്ലുമ്മക്കായ്ക്ക് നല്ല വലുപ്പമുണ്ട്, നല്ല ഫ്ലേവറും ഉള്ള കായായിട്ട് ഇപ്പം നല്ലോണം വരുന്നുണ്ട്. പിന്നെ നമ്മൾ കായ് തിരഞ്ഞെടുക്കേണ്ടത് അതിൻ്റെ മുകളിൽ നല്ല വേസ്റ്റ് ഉണ്ടാവും, അഴുക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ടുള്ള കല്ലുമ്മക്കായാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാകും, നല്ല ഫ്ലേവർ ആയിട്ടിരിക്കുക. മറ്റേത് അത് ക്ലീൻ ആയിട്ടുള്ളത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ, നാടനായിരിക്കില്ല.
അപ്പോൾ അത് നോക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ കൈയെല്ലാം നിറച്ചെടുത്ത് ഇനി ഇതൊന്ന് ആവിക്ക് വെക്കട്ടെ. കാര്യം ഇത് രണ്ടാമത് ഞാൻ ചെയ്തത് ഇത് ആവിക്ക് വെക്കേണ്ട ഒരു ടൈമുണ്ട്. പിന്നെ ആവിക്ക് വെച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് തണുക്കാനും കൂടെ വെക്കണം. എന്നിട്ടാണ് നമുക്ക് ഇതിന്മേൽ പിന്നെ നമുക്ക് പണിയുള്ളൂ. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങളും ആദ്യം തന്നെ അങ്ങോട്ട് ഞാൻ ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പണിയെടുക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം തന്നെ ചെയ്യാം. അപ്പം നിങ്ങൾ ചെയ്യുന്ന ഫുഡ്, നിങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡ് ഇതൊന്നും ആയിരിക്കില്ല. അപ്പം നിങ്ങളത് എന്താണോ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്തെടുക്കുക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ ഞാൻ വിചാരിച്ചു കറണ്ട് വരികയുണ്ടാവില്ല എന്നാട്ടോ. ഇൻവേർട്ടറിൽ നമുക്ക് ചെയ്യാം ഇതൊക്കെ. പക്ഷേ ചില ദിവസം ഇപ്പോൾ മഴയൊക്കെ ആകുമ്പോൾ കറണ്ടിനൊരു കളിയുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇൻവേർട്ടറിൽ നമുക്ക് ഒരുപാട് കളിക്കാൻ പറ്റില്ല, അത്യാവശ്യത്തിന് യൂസ് ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും ഡ്രിങ്ക് ആക്കേണ്ടി വരുമെന്ന് കേട്ടോ. ഞാൻ പ്ലാൻ ചെയ്തത് ഇതായിരുന്നു. ക്യാരറ്റ് 2 മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്തതാട്ടോ നിങ്ങൾ കണ്ടത്. അത് മിക്സീൻ്റെ ജാറിലിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തു. വെള്ളം ഒഴിച്ചിട്ടാട്ടോ അരച്ചെടുത്തത്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത്ര പാല് ചേർത്ത് കൊടുക്കുക, പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ പഞ്ചസാര ചേർക്കുന്നില്ല, ഞാൻ ആ ക്യാരറ്റിൻ്റെ കൂടെ ഒരു 5-6 ഈത്തപ്പഴം ചേർത്ത് അരച്ചെടുത്തിട്ട് നമുക്ക് ആ ഒരു മധുരം മതി. നിങ്ങൾ എന്താ പറയുക, മധുരം എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അതിനനുസരിച്ച് ചെയ്തെടുക്കാം. മിൽക്ക് മെയ്ഡൊക്കെ നിങ്ങൾക്ക് ഒഴിക്കാട്ടോ വേണമെന്നുണ്ടെങ്കിൽ. പിന്നെ കുറച്ച് സേമിയ വേവിച്ചതാട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം സാബൂനരി നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത്, കാരണം സാബൂനരി ആണെങ്കിൽ സാബൂനരി എടുക്കുക, അല്ലെങ്കിൽ ചവരിയില്ലേ അത്, അല്ലെങ്കിൽ സേമിയ വേവിച്ചെടുക്കുക. സേമിയ വെള്ളത്തിൽ വേവിച്ചെടുക്കുക കേട്ടോ, സാബൂനരി വേവിക്കുന്ന പോലെ തന്നെ. എന്നിട്ട് അരിച്ചെടുക്കുക. ആവശ്യത്തിന് നമുക്ക് കഴിക്കാൻ ഇഷ്ടം എത്രയാണോ അത്ര ഇട്ട് കൊടുക്കുക. അതിനൊന്നും പ്രത്യേകിച്ചൊരു അളവൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ഇട്ടെടുക്കുക, സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുക, വേവിച്ചെടുക്കുക. നമ്മുടെ ചവ്വരി ആണെങ്കിൽ അതിങ്ങനെ ഗ്ലാസ് ടൈപ്പ് ആവൂലേ, ആ ഒരു ടൈപ്പ്. സേമിയ ആണെങ്കിൽ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വളഞ്ഞ് വരും, ആ ഒരു രീതിയിൽ ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് എടുക്കുക, അതും കൂടെ ഇട്ട് കൊടുക്കുക. മധുരമൊക്കെ കറക്റ്റ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇത് ശരിക്കും കഴിക്കേണ്ടത് നല്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട്, നേരത്തെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഐസ് ക്യൂബ്സൊക്കെ കിട്ടും. തണുത്ത പാലൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല തണുപ്പിച്ച് കുടിച്ചാണ്ടല്ലോ വേറെ തന്നെ ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ നമുക്കിവിടെ ഒന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തണുത്ത പാലോ അല്ലെങ്കിൽ ഐസോ അല്ലെങ്കിൽ തണുപ്പിക്കാനൊന്നും വെക്കുന്നില്ല കേട്ടോ. അതവിടെ മാറ്റി വെച്ചിട്ടേ ഉള്ളൂ. ആ ഒരു സമയം കൊണ്ടതാ നമ്മളെ കല്ലുമക്കയൊക്കെ നല്ലോണം ആവി കയറിയതാണോ, ഷെല്ലിന്നൊക്കെ വിട്ടിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതാണ് ആ ഒരു പരുവം. ഒരു 15-20 മാക്സിമം ഒരു 20 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് റെഡി ആയിക്കോട്ടെ. അപ്പോൾ അതവിടെ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചു. ഇനി നമുക്ക് കുടിക്കാനുള്ള വെള്ളത്തിൽ എന്തെങ്കിലും ഒന്ന് ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഞാൻ കുക്കുംബറും പിന്നെ ഓറഞ്ചും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഇന്ന് നമ്മൾ റെഡി ആക്കുന്നത്. ഇത് പ്ലെയിൻ വാട്ടർ കുടിക്കുന്നതിനേക്കാളും നമുക്ക് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ. അതുകൊണ്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഒരു മിൻറ്റോ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ കുടിക്കാനാകുമ്പോഴത്തേക്കും നല്ല ഫ്ലേവറായിരിക്കും. ഇനി ഞാനൊരു സാലഡും കൂടെ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെജീസൊക്കെ എടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, കുക്കുംബർ, പിന്നെ നമ്മൾ സ്വീറ്റ് കോൺ ഇല്ലേ, അത് എടുത്തിട്ടുണ്ട്. അത് ഞാൻ സ്വീറ്റ് കോൺ കിട്ടുന്ന സമയത്ത് പുഴുങ്ങിയിട്ട് ഇങ്ങനെ ഫ്രീസറിൽ എന്താ പറയുക ക്ലീൻ റാപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ആവശ്യത്തിന് അത് എടുക്കുകയാണ് ചെയ്യാം. പിന്നെ കുറച്ച് സാലഡ് ലീഫും ഈ കസ്, ലെറ്റ്യൂസ് അങ്ങനത്തെ സംഭവങ്ങളില്ല, അതൊക്കെ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുരുമുളക് പൊടിയോ, ഞാൻ ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു പേരിൻ്റെ 2 പിഞ്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെന്നില്ല, കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് പീനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ക്രഞ്ചി ഫീൽ കിട്ടും നമ്മൾ കഴിക്കുന്ന സമയത്തെ. പിന്നെ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാൻ നല്ലതാട്ടോ നമ്മൾ കഴിക്കുന്നത്. ഇല്ലെങ്കിൽ ഓയിൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു ഹാഫ് ലെമൺ, കുറച്ച് ഒരു ചെറിയ ഹാഫാണ് കേട്ടോ, അതൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ ഹണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും മതി കേട്ടോ. നിങ്ങൾക്ക് മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, നല്ലതാണ്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതൊക്കെ അങ്ങ് കഴിച്ചു പോകട്ടെ. ഇതൊക്കെ ആക്കി വെച്ചാൽ തന്നെ നമ്മൾ കഴിക്കുള്ളൂ കേട്ടോ. കുട്ടികളാണെങ്കിലും നമുക്കാണെങ്കിലും ഒക്കെ നല്ലത് തന്നെയാണ് ഇതൊക്കെ നമ്മൾ കഴിക്കുന്നത്. പക്ഷെ ഇതൊന്നും ആക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ കഴിക്കരുത്. ഇങ്ങനെ കാണുന്ന സമയത്ത് നല്ല ഭംഗിയിൽ കാണുന്ന സമയത്ത് നമ്മൾ കുറച്ച് 1-2 ടീസ്പൂൺ എടുത്തിട്ട് ഓരോരുത്തരും കഴിക്കും. അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ട് ആക്കി വെക്കുന്നതാണ് കേട്ടോ. അപ്പം ഇനി ഇതൊന്ന് പ്ലേറ്റ് ചെയ്യാം. ഇത് ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ ഇതിലേക്ക് ആക്കി വെക്കാൻ. ആ ഒരു സമയത്ത് നമുക്ക് ഇതിനൊന്നും സമയമില്ല. ചെറിയ കാര്യമാണെങ്കിൽ കൂടിയിട്ട് ആ ഒരു സമയത്തൊരു തിരക്കായിരിക്കില്ലേ. അത് ഒരാളാണെങ്കിലും 2 ഒക്കെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു തിരക്ക് തന്നെയാണല്ലേ. അതെല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഈ ലാസ്റ്റ് ടൈമിലുള്ള തിരക്കുണ്ടല്ലോ, ആലോചിക്കാൻ വയ്യ. ശരിക്കും സാധാ വീട്ടിലല്ല കേട്ടോ, നോമ്പ് തുറയുള്ള വീട്ടിലെ തിരക്കുണ്ടല്ലോ,
അതൊരു ഒരു ഒരു ഒരൊന്നൊന്നര തിരക്കായിരിക്കും കേട്ടോ. അത് ഫീൽ ചെയ്തവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. എത്ര നമ്മൾ ഉണ്ടാക്കി വെച്ചാലും എത്ര നമ്മൾ റെഡിയാക്കി വെച്ചാലും ആ ഒരു തിരക്കിന് ഒരു മാറ്റം ഉണ്ടാവില്ല റമദാനിൽ. അല്ലാതെ നമ്മളിനിയിപ്പോൾ ഒരു വലിയ സൽക്കാരം വെച്ചാലും എന്ത് പരിപാടി വെച്ചാലും ആ ഒരു തിരക്ക് ഉണ്ടാവുകയില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. അറിയുന്നവരെ എന്തായാലും കമൻ്റ് ആക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇനി നമുക്ക് ഫ്രൈ ഐറ്റമൊക്കെ ഉണ്ടാക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് സമയമുണ്ട്. അപ്പോൾ ഇനി രാത്രിയിലേക്കുള്ള കഞ്ഞി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുത്തരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മളെ കുത്തരീൻ്റെ ചെറിയ അരിയില്ല, അത് കഴുകി കുക്കറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. കുറേ പേര് കഞ്ഞി കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ ഒരു 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ചെറിയ ഉള്ളി, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരം. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഇന്ന് നമ്മുടെ ഉള്ളിത്തോമ്പില്ല, അതാണ് കേട്ടോ ഉപ്പേരി ആക്കുന്നത്. അപ്പോൾ ഇതാ ഉപ്പ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കട്ടെ. ഇതൊന്ന് ആകുമ്പോഴത്തേക്കും അതടിച്ചിട്ട് വരാം. ഇതാ കുറച്ച് തേങ്ങയും അതിൽ 1-2 വെളുത്തുള്ളിയും ചെറിയുള്ളിയും കാന്താരിയും ഒക്കെ ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതും കൂടെ ചേർത്തൊന്ന് മിക്സാക്കി 2-3 മിനിറ്റ് വെക്കുമ്പോഴത്തേക്കും നമ്മളെ ഉപ്പേരിയും റെഡി ആയിട്ട് കിട്ടും കേട്ടോ. നമ്മളെ കഞ്ഞി ഇതാ അവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ കഞ്ഞി ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഒരു എയറിൽ കിടന്നിട്ട് വേവാനേ ഉണ്ടാവുള്ളൂ, പെട്ടെന്ന് വേവൂലേ. അപ്പോൾ ഇതാ നമ്മുടെ അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കഞ്ഞിക്കുള്ള. ഇനി ഒരു അരപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാട്ടെ, ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കാത്തതാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ലൂസാക്കിയിട്ട് എടുക്കാം. ശരിക്കും ലൂസാക്കിയിട്ടാണ് കേട്ടോ, കൈക്ക് ലൂസിലാണ്, കുറച്ച് ലൂസിൽ തന്നെയാണ് കുടിക്കുക. പക്ഷെ ഇവിടെ റഫീഖ് കഞ്ഞി എന്ന് പറഞ്ഞാൽ ഏത് കഞ്ഞി ആയാലും ലൂസ് ഇഷ്ടമല്ല കേട്ടോ, കുറച്ച് ടൈറ്റിലാണ് ഇഷ്ടം. അപ്പോൾ എനിക്ക് കുടിക്കുമ്പോൾ ഞാൻ കുറച്ച് 1-2 തവി വെച്ചിട്ട് പിന്നെ ലൂസാക്കുവേ. പക്ഷെ റഫീഖാക്ക് ഈ ഒരു ടൈറ്റിൽ തന്നെ വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ലൂസാക്കാത്തത്. ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് ചൂടായിട്ട് വരിക, ഇങ്ങനെ തിളച്ച് മറിയരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ കഞ്ഞിയും ഉപ്പേരി രാത്രിയിലേക്കുള്ള നമ്മളെ ഫുഡും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ അച്ചാറ്, കാന്താരി, ഉപ്പേരി ഒക്കെ കൂടെ കൂട്ടിയിട്ട് നമ്മൾ കഴിക്കും, അത്ര തന്നെ. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ സ്നാക്സിൻ്റെ പരിപാടി നോക്കണം. അപ്പോൾ ആ ഒരു നമ്മൾ മാവ് റെഡിയാക്കി വെച്ചില്ലേ, മൈദ ഇടോ, അത് ഒരു ബൺ റെസിപ്പിയാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു ഭയങ്കര സിമ്പിൾ ഒരു മസാലയുണ്ടേ. ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത് ഓയിലിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇനി അതിലേക്ക് ഒരു 2 ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തു കേട്ടോ. അതിട്ട് കൊടുക്കുക. അതിങ്ങനെ കട്ടയായി കിടക്കും ആദ്യം, പിന്നെ അതിങ്ങനെ വേവുന്നതിനനുസരിച്ച് അതിങ്ങനെ വിട്ട് വരും കേട്ടോ. ചിക്കനിലേക്കുള്ള ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1-1.5 ടീസ്പൂണൊക്കെ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു കുറച്ച് എരിവുള്ള ആ ഒരു രീതി, എന്താ പറയുക, ഭയങ്കര എരിവല്ല, പക്ഷെ ആ മാവിലേക്ക് കൂടെ ഉള്ള ആ ഒരു മസാല നമുക്ക് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാട്ടോ അത്രയും ചേർത്ത് കൊടുത്തേ. കണ്ടോ, ഇത് ഇനി ആ മസാലയും ചേർത്തൊന്ന് മിക്സാക്കി കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, വേവുന്നതിനനുസരിച്ച് അതിങ്ങനെ വിട്ട് വന്നോളൂ കേട്ടോ. അടച്ച് വെച്ചിട്ട് കുക്കാക്കുക. പെട്ടെന്ന് കുക്കായിട്ട് വരും. നമ്മളങ്ങനെ ചിക്കൻ ക്രഷ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളതല്ലേ, അതുകൊണ്ട് തന്നെ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ക്യാപ്സിക്കം അല്ല, ഒരു പകുതി മതി ക്യാപ്സിക്കം ആവശ്യമുണ്ട് കേട്ടോ. അത് ഞാൻ കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് റെഡ് ചില്ലി സോസാണ് കേട്ടോ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത്. ചില്ലി സോസ് ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ കൂടെ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, മറന്നു പോകണ്ട. മുളക് പൊടിയോ ചില്ലി ഫ്ലേക്സോ ചേർത്ത് കൊടുക്കാം. ഉണ്ടെങ്കിൽ റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും എരിവായിട്ടുള്ള സോസ് അത്രയും ചേർത്ത് അത് മതി, റെഡ് ചില്ലി സോസ് തന്നെ വേണമെന്നില്ല. ഇനി ഒരു നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കുക. ആ ഒരു ക്യാപ്സിക്കം ഒക്കെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും നമ്മൾ മസാല റെഡി ആയിക്കോട്ടെ. കുറച്ച് സമയം മതിയിട്ട് അപ്പോഴത്തേക്കും മസാല റെഡി ആക്കിയിട്ടും ഒരുപാട് ടൈമൊന്നും ആവശ്യമില്ല. ഭയങ്കര സിമ്പിൾ മസാലയല്ലേ. അത് നമുക്ക് വേറെ എന്തിലേക്കും ഫില്ലിംഗ് ആയിട്ടും ആ മസാല ഉപയോഗിക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള മസാലയാണ്. അപ്പോൾ ഇത് ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളെ മൈദേൻ്റെ ഡോ ഒക്കെ നന്നായിട്ട് നല്ല ഡബിളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചിട്ട് ഇത് നമുക്ക് ഉരുളകളാക്കിയിട്ട് മാറ്റാം. ഇനിയും വലിയ പണികളൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാനേ ഉള്ളൂ. ഇങ്ങനെ പരത്തി വലുതാക്കാനൊന്നുമില്ല. നമ്മളൊരു ബൺ ടൈപ്പ് അല്ലേ ഉണ്ടാക്കുന്നത്, അതിന് വേണ്ടിയിട്ട്. വലുപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വലുപ്പമാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാം. വല്ലാണ്ട് ചെറുതായിട്ട് പോകണ്ട. ഞാനിപ്പോൾ നമ്മളെ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ബണ്ണില്ലേ, ആ ഒരു വലുപ്പത്തിലുള്ള തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. ഇനി അത് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബോൾസ് ആക്കിയിട്ട് എടുക്കാം.
ഇനി ഇതാ ഓരോന്നെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. ഒരുപാടൊന്നുമില്ല, നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ആക്കിയെടുക്കുക. ഒന്നായിട്ട് പരത്തിയിട്ട് ഇങ്ങനെ ഫൈനാക്കിയിട്ട് തിന്നാക്കിയിട്ട് എടുക്കരുത് കേട്ടോ. ഇത്രയും മതി, ഇത്രേ ആവശ്യമുള്ളൂ. ഇനി അതിലേക്ക് നമുക്ക് മസാല വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ കേട്ടോ. ഭയങ്കര എളുപ്പമാണ്. നമ്മളതൊരു എനിക്ക് തോന്നുന്നൊരു 6 മണിക്ക് ശേഷം ആണ് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയത്. 6 മണിക്ക് ശേഷം നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അത്രേ പണി അതിന് വരുന്നുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ മസാല വെച്ചു. ഞാൻ കുറച്ച് ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്, ഒരാവശ്യമില്ല കേട്ടോ. എനിക്ക് സൗണ്ട് പോകുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക്, സോറി. അപ്പോൾ ചീസ് കയ്യിലുണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കട്ട് ചെയ്ത് കഴിക്കുന്ന സമയത്ത് ഒരു ക്രീമി ആയിട്ട് ഇങ്ങനെ ചീസ് ഇങ്ങനെ വരിഞ്ഞ് നിൽക്കുമ്പോൾ നല്ല ഒരു കാണാനും ലുക്ക് ആയിരിക്കും. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോ, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, മസാല മാത്രം വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി അത് ഉള്ളിലേക്ക് ഇങ്ങനെ വീഡിയോ കാണുന്ന പോലെ നിങ്ങൾ ചെയ്തെടുക്കുക. ഇങ്ങനെ ഇതുപോലെ ഉള്ളിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് പുറത്തേക്ക് വരരുത് കേട്ടോ, ഓപ്പൺ ആയിട്ടും പോകരുത്. ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതിങ്ങനെ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് കണ്ട, നിങ്ങൾ ഈ അതായത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത ഭാഗം ഏതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം കേട്ടോ. അത് മറന്നു പോകണ്ട. ആ ഭാഗം മുകളിലേക്ക് ആക്കിയിട്ടങ്ങ് വെച്ചാൽ മതി. അപ്പോൾ ഇതാ ഞാൻ എല്ലാം അതുപോലെ മസാല നിറച്ച് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇനി നമുക്ക് പാൻ വെച്ച് കൊടുക്കുക. അതിൽ റെഡിയാക്കിയിട്ട് എടുക്കുക. ഒരു 2-3 ടീസ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. പാനും ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഓയിലൊന്ന് ആക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് ഞാനിത് പറയുന്നത് ശരിയാണോ എന്നറിയില്ല. ഞാൻ എൻ്റെ മൈലാഞ്ചി കാണിച്ചു തന്നതാണ് കേട്ടോ, ഞാൻ പറഞ്ഞു തരാം അതിനെക്കുറിച്ചിട്ട്. അപ്പോൾ ഇതാ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ പാനൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. ഇനി അതിലേക്ക് നമ്മളെ ഓരോ ബണ്ണും ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ ആ ഒരു ഫോൾഡ് ചെയ്ത ഭാഗമല്ല, ഇത് കണ്ടോ, ആ ഭാഗം മുകളിലേക്ക് കേട്ടോ, ആ ഭാഗം മുകളിലേക്ക് ആക്കിയിട്ട് നിരത്തി വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് പാൻ നന്നായിട്ട് ചൂടാവണം കേട്ടോ. 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക. അടച്ച് വെച്ച് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കണേ. പിന്നെ 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അടച്ച് വെച്ച് കൊടുക്കുമ്പോൾ ആ ഒരു ഹോൾസില്ലേ, ആ ഒരു അടപ്പിൻ്റെ, അതൊക്കെ അടച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 3 മിനിറ്റിന് ശേഷം തിളച്ച വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അത് മുങ്ങി എന്താ പറയുക, അതിൻ്റെ മുകളിലേക്ക് വേണ്ട, അതിൻ്റെ ഒരു പകുതിയിലേക്ക് മതി. ഇത് കാണണ്ട, ഇങ്ങനെ തിളക്കും കേട്ടോ. കാരണം ആ ഒരു ഇതും നന്നായിട്ട് ചൂടായി നിൽക്കുകയാണല്ലോ ബണ്ണും. അതുകൊണ്ട് ഇനി പെട്ടെന്ന് തന്നെ അടച്ചു വെച്ച് കൊടുക്കുക. ഇനി ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണ്ട. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ നിന്നോട്ടോ കേട്ടോ. വെള്ളമുണ്ട്, അപ്പോൾ ഒന്നും സംഭവിക്കില്ല. ഒരു 5 മിനിറ്റ്, കറക്റ്റ് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ആക്കി നോക്കുക. ഇതുപോലെ ഉണ്ടാവുമേ. അപ്പോൾ നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് ബണ്ണൊക്കെ നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. ഇത് കണ്ട, എല്ലാം കുക്കായി വന്നു. പക്ഷേ അതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം വറ്റി വരാനുണ്ടാവും. അതൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് വറ്റിച്ചെടുക്കുക. അടിയൊക്കെ കണ്ടോ നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ഈ വൈറ്റ് വേണമെങ്കിൽ ഇങ്ങനെ ആക്കിയെടുക്കുക, ഇല്ലെങ്കിൽ തിരിച്ച് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ആ ഒരു ഗോൾഡൻ കളർ വേണമെങ്കിൽ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. പക്ഷേ ഈ ഒരു വൈറ്റ് കളർ തന്നെയാണ് കേട്ടോ ഭംഗി കാണാൻ. അപ്പോൾ അതൊന്ന് ആ വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്ന് എടുക്കാം. അത്രയേ ഉള്ളൂ. നമ്മൾ ബൺ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ടീസ്പൂൺ ഓയിലിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ മുളക് പൊടിയോ, കരിഞ്ഞു പോകരുത് കേട്ടോ. പാനൊന്ന് ചൂടായതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചെയ്താൽ മതി. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഇത് ഓപ്ഷനിലാണ്, ടൈം ഉണ്ടെങ്കിൽ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറൊക്കെ തന്നെയാണ് കേട്ടോ. അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മളെ ബൺ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നല്ല ചൂടാണ് കേട്ടോ. ഇത് കണ്ടോ, അടിയൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗം നോക്കട്ടെ കേട്ടോ, കാണിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. നല്ല ചൂടുണ്ടേ. ഇത് നമ്മൾ അല്ലാത്ത സമയത്താണെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ എടുക്കുകയും ചായ വെക്കുകയും കഴിക്കുകയും ചെയ്യൂലേ. പക്ഷേ നോമ്പാകുമ്പോൾ നമ്മൾ കുറച്ച് സമയം ടേബിളൊക്കെ കൊണ്ടുവച്ച് പിന്നെ കുറച്ച് സമയം പിടിക്കുമല്ലോ എന്തായാലും കഴിക്കാനൊക്കെ, എല്ലാം അറേഞ്ച് ചെയ്ത് വരുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. നല്ല ചൂടുണ്ട് കേട്ടോ, എനിക്ക് നിങ്ങളെ കാണിക്കാനേ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഇതാ ഉൾഭാഗം കണ്ടോ, നല്ല ചീസി നല്ല ക്രീമി ആയിട്ട് നല്ല രസമാണ് കേട്ടോ, കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഭയങ്കര ഈസി അല്ലേ, പക്ഷേ ഇതിൻ്റെ ഔട്ട്പുട്ട് അടിപൊളിയാണ്. അപ്പോൾ ട്രൈ ആക്കി നോക്കാം, എന്തായാലും സൂപ്പറാണ്. ഇനി നമ്മൾ കല്ലുമ്മക്കായ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കട്ടെ. പിന്നെ വേറെ പണിയൊന്നുമില്ല. കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ബാറ്റർ ആക്കിയിട്ട് എടുത്തു. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണ മുങ്ങിപ്പൊരിക്കൊന്നും വേണ്ട കേട്ടോ.
കല്ലുമ്മക്കായ് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാകും. നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്നത് പോലെ ഇങ്ങനെ ചെയ്യുന്നതാണ്. നമുക്കിതിങ്ങനെ വേവാനൊന്നുമില്ല. ആ മസാല ഒന്നിങ്ങനെ പൊരിച്ചെടുക്കണം, അത്രയേ ഉള്ളൂ. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളത് ഫുള്ളായിട്ടൊന്നും എടുക്കുന്നില്ല കേട്ടോ, ഇത്രേ പൊരിക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ റഫീഖാൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് കേട്ടോ, അപ്പോൾ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്, പോലീസുകാരനാ. അപ്പോൾ നമ്മൾ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് മറ്റേതും കൂടെ ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ കൊടുത്തു വിടും. അതുപോലെ തന്നെ ബണ്ണും അതിനുള്ള തന്നെയാണ് കേട്ടോ, നമ്മൾ കുറച്ചേ എടുക്കുള്ളൂ. അത് ശരിക്കും നമുക്ക് ഓരോന്ന് കഴിച്ചാൽ തന്നെ നമുക്ക് ഫില്ലാവും. പിന്നെ നമുക്ക് കല്ലുമ്മക്കായും വരുന്നില്ലേ, അപ്പോൾ അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ എന്താ പറയുക, ഇഫ്താറിനൊക്കെ നിങ്ങൾക്കിത് ഇതിൻ്റെ വലിപ്പം കുറച്ചിട്ട് ഉണ്ടാക്കാം. ഇനിയിപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കിത് കട്ട് ചെയ്യാം കേട്ടോ, സെൻറ്റർ പോർഷൻ കട്ട് ചെയ്തിട്ട് അങ്ങനെയും സെർവ് ചെയ്യുക. കാരണം അത്രയും നമുക്ക് ആവശ്യമുള്ളൂ. കാരണം വേറെയുള്ള കടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്ക് കഴിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചെറുതാക്കുകയും ചെയ്യാം കേട്ടോ, ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഇപ്പോൾ ബാങ്ക് കൊടുക്കാൻ ഏകദേശം സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആകുന്നത് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ടേബിളിലേക്ക് കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു, എല്ലാം ഒന്ന് ഒരുക്കി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ലാസ്റ്റ് ഹറിബറിയാവും, അപ്പോൾ അതിന് നിൽക്കണ്ടെന്ന് വിചാരിച്ചു. കല്ലുമ്മക്കായ് ഇത് അവിടെ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ പതുക്കെ അവിടെ നിന്ന് നമ്മൾ മീനൊക്കെ പൊരിച്ചെടുക്കുന്ന അതുപോലെ അങ്ങനെ ആക്കിയിട്ടെടുത്താൽ മതി. ഇതാ നമ്മൾ ഡ്രിങ്ക് എടുക്കട്ടെ. നല്ല ടേസ്റ്റാട്ടോ, ഇതും ഒരു മസ്റ്റ് ട്രൈ തന്നെയാണ് കേട്ടോ. ഹെൽത്തിയാണ്, നല്ല ഹെൽത്തിയാണ് കേട്ടോ. പഞ്ചസാര യൂസ് ചെയ്യുന്നതിൽ അത്രയും നല്ലത്. ഇപ്പോൾ ചിലർക്കൊന്നും ഡേറ്റ്സിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പഞ്ചസാര യൂസ് ചെയ്യാം. മിൽക്ക് മെയ്ഡൊക്കെ ഉണ്ടെങ്കിൽ ചേർത്താം കേട്ടോ. ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ ചേർത്താൽ ഒന്നും കൂടെ അടിപൊളിയാവും. അപ്പം അതൊന്നും വേണമെന്നില്ല, പക്ഷെ അല്ലെങ്കിൽ തന്നെ അടിപൊളിയാണ് കേട്ടോ. ഇത് വത്തക്ക നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിലും ഇല്ലെങ്കിലും പാത്രത്തിൽ ഇങ്ങനെ കാണണം കേട്ടോ, അത് നിർബന്ധമാണ്. ചിലപ്പോൾ കഴിക്കുകയൊന്നുമില്ല, പിറ്റേ ദിവസം അതെടുത്തിട്ട് ജ്യൂസാക്കുകയാണ് കേട്ടോ ചെയ്യുക. ശരിക്കും അധിക ദിവസം അങ്ങനെ തന്നെയാണ് നടക്കൽ. അപ്പോൾ നമ്മളെ കല്ലുമ്മക്കായും ആ ഒരു സമയം കൊണ്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാനിപ്പോൾ ഒന്ന് പ്ലേറ്റിലൊക്കെ അറേഞ്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇതിങ്ങനെ അറേഞ്ച് ചെയ്യുന്നതും അതുപോലെ തന്നെ ടേബിൾ കൊണ്ടുപോയിട്ട് സെറ്റാക്കി വെക്കുന്നതും ഒരു നല്ല രസമാണ്. പണിയൊക്കെ വേഗം കഴിഞ്ഞാൽ കേട്ടോ. ഇല്ല, അതിൻ്റെ ഇടയ്ക്ക് കുറച്ചൊരു ഡിലേ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ നമുക്കൊരു തലവേദനയുമാണ്, ഇത് വേറെ കാര്യം. അങ്ങനെ ബാങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മൾ നോമ്പ് തുറക്കട്ടെ. അപ്പം ഞാൻ മൈലാഞ്ചീൻ്റെ കാര്യം പറയാൻ പിന്നെ വിട്ടുപോയി. അത് നമ്മൾ മൈലാഞ്ചി ഇല അരച്ചിട്ടാണ് ഞാൻ മൈലാഞ്ചി ഇടുന്നത്. കുറേ പേര് ചോദിക്കലുണ്ട്, അതാണ് ഞാൻ പറയാമെന്ന് വിചാരിച്ചത്. പിന്നെ മൈലാഞ്ചി ഇല അരക്കുന്ന സമയത്ത് അതിൽ വെള്ളത്തിന് പകരം ലെമൺ ജ്യൂസ് ഇല്ലേ, ചെറുനാരങ്ങ നീര്, അത് കൂട്ടിയിട്ട് അരക്കുക കേട്ടോ. വെള്ളം കൂട്ടുക ചെയ്യേണ്ട. എന്നിട്ട് നിങ്ങളൊരു 2 തവണ ഇട്ട് നോക്കുക കേട്ടോ. ഒരു ഓറഞ്ച് കളറായിരിക്കും, പക്ഷെ എന്നിട്ട് അവിടെ വെക്കുക, പിന്നെ ഇടണ്ട. അത് കളർ കയറി വരും കേട്ടോ, കൂടി ഡാർക്ക് കളറാവും കേട്ടോ. വേണമെങ്കിൽ മാത്രം ഒരു ദിവസം കഴിഞ്ഞിട്ട് 3ാമത്തെ തവണ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നല്ല ഡാർക്കായിട്ട് കിട്ടും, നമുക്ക് വലിയ മെനക്കെടുമില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം, ടൈമൊന്നും ഇല്ലാത്തവരൊക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും എന്തായാലും മറന്നു പോവല്ലേ. അതുപോലെ തന്നെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ എന്തായാലും മറക്കല്ല കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.